സമൂഹ മനസാക്ഷിയെ നടുക്കിയ യുവനടിയെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒന്നാം പ്രതി സുനിൽകുമാർ എന്ന പൾസർ സുനി ജയിലിന് പുറത്തിറങ്ങുമ്പോൾ ഇനിയും ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. കോടതിക്കകത്തു നിന്നുള്ള പൾസർ സുനിയുടെ അറസ്റ്റ് മുതൽ ഇങ്ങോട്ട് നാടകീയ രംഗങ്ങളായിരുന്നു അരങ്ങേറിയതൊക്കെയും. റിയ ബേബിയുണ്ട് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്നും. റിയ, ഇന്നിപ്പോൾ മലയാള സിനിമയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അടക്കം ഒരുപക്ഷെ കേരളം അത്രമേൽ നടുങ്ങിപ്പോയ ഞെട്ടിപ്പോയ അത്രയും വലിയൊരു പീഡനമായിരുന്നു 2017 ഉണ്ടായത്. ആ കേസിലാണ് ഇപ്പോൾ മുഖ്യപ്രതിയായിരിക്കുന്ന പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. വിചാരണയെ സൂചിപ്പിച്ചുകൊണ്ടൊക്കെ കോടതി ചോദ്യം ഉന്നയിച്ചു. അതിനപ്പുറത്തേക്ക് പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്നുള്ളത് കൃത്യമായിട്ട് സർക്കാർ സത്യവാങ്മൂലമായി സുപ്രീം കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. പിന്നെ എന്താണ് പറ്റിയത്? അതെ, 7.5 വർഷത്തിന് ശേഷം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി, സുനിൽകുമാർ എന്ന പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ കേസിൽ തുടക്കം മുതൽ വലിയ ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു. കേസിൽ പൾസർ സുനിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അതിജീവിത തന്നെ പോലീസിന് നൽകുന്നു. അതിനുശേഷം ഒരാഴ്ചയോളം പോലീസ് കൃത്യമായി ഒരു വിവരവും ലഭിക്കാതെ നിൽക്കുമ്പോഴാണ് കോടതിക്കകത്ത് നിന്ന് അന്വേഷണ സംഘത്തിന് കോടതിയിൽ ഹാജരാകാൻ എത്തിയ പൾസർ സുനിയെ അതിനാടകീയമായി അന്വേഷണ സംഘം കോടതി മുറിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്നത്. ആ അറസ്റ്റിന്റെ ദൃശ്യങ്ങളെന്ന് മാതൃഭൂമി ന്യൂസിന് മാത്രമായിരുന്നു ലഭിച്ചത്. അത്തരത്തിൽ തുടക്കം മുതൽ ഇങ്ങോട്ട് നാടകീയത ഉണ്ടായ ഒരു കേസിലാണ് ഒന്നാം പ്രതിക്ക് 7.5 വർഷത്തിന് ശേഷം പുറത്തിറങ്ങുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേസിൽ പൾസർ സുനി ദിലീപിന് അയച്ച കത്തുകളടക്കം പുറത്തു വന്നിരുന്നു. ദിലീപുമായി ഉള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് അന്ന് ലഭിച്ചതാണ്. ഈ കേസിൽ 2 മാസത്തിനു ശേഷം ദിലീപിനെ അന്വേഷണ സംഘം അന്ന് പോലീസ് ക്ലബിലേക്ക് വിളിപ്പിച്ചതും അതിനുശേഷം ദിലീപിന്റെ അറസ്റ്റ്, കേസിൽ പരാതിക്കാരനായ ദിലീപിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അന്ന് പൾസർ സുനി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ജനപ്രിയ നായകൻ എന്ന അന്ന് വിശേഷണം ഉണ്ടായിരുന്ന ദിലീപ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. പിന്നീട് പേരും താരങ്ങൾ എന്നുള്ള പേരും ഒക്കെ ഏത് തരത്തിൽ തകർന്നടിയുന്നു എന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണ് 2017. അതുവരെയും പീഡിപ്പിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെ, പെൺകുട്ടികളെ ഇരയെന്നു മാത്രം വിളിച്ചിരുന്ന സമൂഹം അതിജീവിക്കുന്നവരെ അതിജീവിത എന്ന് തന്നെ വിളിക്കാൻ, അത്തരത്തിലേക്ക് കടക്കാൻ വരെ നമ്മളെയൊക്കെ ആ തരത്തിലേക്ക് മാറ്റിയെടുത്തതും ഈ ഒരു കേസ് തന്നെയായിരുന്നു. ആ കേസിലാണ് ഇത്രയും പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും കേസിലെ മുഖ്യപ്രതിക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ സാധിക്കുന്നത്.